എൻ്റെ പേര് സി ബി നായർ എന്നാണ്. ഞാൻ ശരിക്കും പാലക്കാടാണ് നമ്മളുടെ സ്ഥലം. ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് 10-25 വർഷമായി. ഈ ഒരു ഫീൽഡിൽ ഒരു 10-35 കൊല്ലത്തെ ബന്ധമുണ്ട്. പാലക്കാട് ഇത് തന്നെയാണൊക്കെ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അങ്ങനെ അന്ന് പല ബ്രീഡുകളും ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ ഇങ്ങനെ മാറി മാറി വന്നിട്ട് 1-2 ബ്രീഡുകളിലേക്ക് മാത്രമായിട്ട് അങ്ങോട്ട് മാറി. പിന്നെ ഇത് കെയിൻ കോർസോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രീഡാണ്. ഇത് വന്നിട്ട് ഇറ്റലിയാണ് ഇതിൻ്റെ ഉത്ഭവം. ഇറ്റാലിയൻ മാസ്റ്റിഫ് എന്നാണ് അതിനെ ശരിക്കും അറിയപ്പെടുന്നത്. ഇറ്റലിയിൽ നിന്നാണ് ഇവരുണ്ടായിട്ടുള്ളത്. അവരിതിനെ ഉണ്ടാക്കിയത് ഒരു 2-3 മാസ്റ്റിഫ് ബ്രീഡുകൾ വെച്ചിട്ടുള്ളതെന്നൊക്കെയാണ് നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. റോമൻ യുദ്ധങ്ങളിലൊക്കെ ഇവർ ഒരുപാട് പങ്കെടുത്തിട്ടുള്ള ആൾക്കാരാണ്. ഇതെല്ലാം നമ്മൾക്ക് ഓരോരുത്തർ പറഞ്ഞിട്ടുള്ള അറിവുകളും പിന്നെ ഓരോന്നും വായിച്ചിട്ടുള്ള അറിവുകളും ഒക്കെയാണ്. പിന്നെ ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരു 16 കൊല്ലമായിട്ട് ഇപ്പോൾ ഈ ഒരു ബ്രീഡ് ഉണ്ട്. 15 കഴിഞ്ഞു, അത്രയും ആയിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു ഫ്രണ്ടാണ് ഇത് ആദ്യമായിട്ട് കൊണ്ടുവരുന്നത്. അന്ന് നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്ത് അവിടെ നിന്നുണ്ടായിരുന്നു. അന്ന് തുടങ്ങി നമുക്കിതിനോട് ഭയങ്കര ഒരു ഇഷ്ടമായിപ്പോയി. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അസുഖമില്ല, നമ്മുടെ ഈ ഇന്ത്യൻ ക്ലൈമറ്റിന് അനുയോജ്യമായിട്ടുള്ളൊരു ബ്രീഡാണ്. പിന്നെ ഈ ബ്രീഡിനെ ഇപ്പോൾ കണ്ടില്ല, ഇത്രയും സൈസൊക്കെ ഉണ്ട്. എങ്കിലും ഇപ്പോൾ പെട്ടെന്ന് പോയിട്ട് ഒരാളെ അറ്റാക്ക് ചെയ്യുക അല്ലെങ്കിൽ പോയിട്ട് അങ്ങനെ ഇത് ചെയ്യില്ല. പക്ഷേ ഇവരുടെ ഒരു സിംഹത്തിൻ്റെ ബൈറ്റിംഗ് പവർ എന്ന് പറയുന്നത് 630 പൗണ്ടാണ്. ഇവർക്ക് 700 മേലെയാണ് ബൈറ്റിംഗ് പവർ. അത്രയും പവർഫുള്ളാണ്. എങ്കിലും ഇവർ ദ്രോഹിക്കില്ല. ഇവർ പക്ഷേ സ്ട്രേഞ്ചേഴ്സൊക്കെ വരുമ്പോൾ അങ്ങനെ ഒരു അറസ്റ്റ് ചെയ്ത് നിർത്തും. ആ ഒരു ഇത് തന്നെയുള്ളൂ. പിന്നെ ഇത് വളർത്താൻ സുഖമായിട്ടുള്ളൊരു ബ്രീഡാണ്. ഇപ്പോൾ ഈ കണ്ട സൈസ് നോക്കേണ്ട ആവശ്യമില്ല. ഇവരെക്കാളും ചെറിയ ബ്രീഡ് കഴിക്കുന്ന ഒരു ഭക്ഷണമൊക്കെ ഇവർ കഴിക്കുള്ളൂ. പിന്നെ അസുഖം ഇല്ല. നമുക്ക് അതാണുള്ള മെയിനായിട്ട് വേണ്ടത്. ഇതിപ്പോൾ ഏത് സമയത്തും നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ട് ഓടുക എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇതിന് അസുഖമില്ല. പിന്നെ ഇപ്പോൾ ഇതൊരു നല്ല ട്രെൻഡായിട്ട് മാറി. എല്ലാവർക്കും ഇത് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മറ്റേ ബ്ലാക്ക് പാന്തറിൻ്റെ ലുക്കൊക്കെയാണ്. ഈ സാധനം ശരിക്കും പറയുകയാണെങ്കിൽ എല്ലാവിടെയും ടൈൽ ഡോക്ക് ചെയ്തിട്ടാണ് വരുന്നത്. പണ്ട് ഈ റോഡ് വീലറിൻ്റെയും ഡോബിൻ്റെയും ഒക്കെ ചെയ്യുന്ന മാതിരി എനിക്ക് ടൈലുള്ളതിനോടോ താല്പര്യം. അത് കാരണം നമ്മുടെ അടുത്ത് ഉള്ളതെല്ലാം ഇവരുടെ തന്നെ. ഇപ്പോൾ എൻ്റെ അടുത്ത് ഇപ്പോൾ ഒരു 8-10 ഉണ്ട്. പക്ഷേ ഞാനെല്ലാം ടൈലുള്ളത് മാത്രമേ ഇവിടെ കീപ്പ് ചെയ്തിട്ടുള്ളൂ. മെയിനായിട്ട് നമുക്ക് ഒരു പട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വാച്ച്മാൻ്റെ ഒരു ജോലിയല്ലേ അവർ ചെയ്യേണ്ടത്, വാച്ചിങ്. രണ്ടാമത് പെറ്റ്. ഒരുപാട് ആൾക്കാർ ഇതിനെ ഇൻഡോർ ഇട്ടിട്ടാണ് വളർത്തുന്നത്. ഇപ്പോഴും ഇത്രയും വലിയ ബ്രീഡായിട്ട് ഇവരെയൊന്നും പുറത്ത് കൊണ്ടുപോയിട്ട് വളർത്തുന്ന ആൾക്കാർ വളരെ കുറവാണ്. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും സോഫ്റ്റാണ് വീട്ടിലുള്ളവരുടെ അടുത്ത്. വീട്ടിലിപ്പോൾ എത്ര പേരുണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിപ്പോൾ നമ്മുടെ വീട്ടിൽ ചെറിയ കൊച്ചുങ്ങളുണ്ടെങ്കിൽ അവരെ അടിക്കാനോ പിടിക്കാനോ ഒന്നും പറ്റില്ല. നമ്മളെ സമ്മതിക്കില്ല. പെട്ടെന്ന് വടി കടിച്ച് പിടിച്ച് പൊയ്ക്കളയും. അത്രയും കൊച്ചുങ്ങളോട് ഇഷ്ടമുള്ളൊരു ബ്രീഡാണ്. ബ്ലാക്കിനാണ് താല്പര്യം. ഇത് കണ്ടില്ല, ഒരു പാന്തർ ലുക്കാകുമ്പോൾ, ഒരു ബ്ലാക്ക് പാന്തർ ലുക്കിൽ എല്ലാവർക്കും താല്പര്യം ബ്ലാക്കിനോടാണ്. പക്ഷേ ഇതിൻ്റെ വെറൈറ്റി കളറുണ്ട്. ബ്രിണ്ടിലുണ്ട്, അതായത് ടൈഗറിൻ്റെ പ്രിൻ്റുള്ള ബ്രിണ്ടിൽ കളറുണ്ട്. പിന്നെ ബ്ലൂ ഉണ്ട്, ഫോൺ കളറുണ്ട്. അങ്ങനെ കളറുകൾ കുറേ ഉണ്ട്. പക്ഷേ താല്പര്യം എല്ലാവർക്കും ഈ ബ്ലാക്കിനോടാണ്. പിന്നെ ഈ ബ്ലാക്കിന് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ വേറൊരു ഇതുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് ഈ ബോഡി കളറിനനുസരിച്ച് അവർക്ക് കണ്ണിൽ വ്യത്യാസം ഉണ്ടാവും. കണ്ണിന് ഈ ബ്ലാക്കിന് വന്നിട്ട് നല്ല റെഡ് ഐ ആയിരിക്കും. ചോര പോലെയുള്ള ഒരു ഇതാണ്. അതൊക്കെയാണ് ഇതിനുള്ളൊരു പ്രത്യേകത. ഇപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഇപ്പോൾ ഒരു 10 വയസ്സ് കഴിഞ്ഞ സാധനം വരെ ഉണ്ട് ഇവരുടെ. ഇപ്പോൾ 13 വയസ്സ് വരെയൊക്കെ ഉള്ളതുണ്ടായിരുന്നു. ഇപ്പോൾ 10 വയസ്സ് കഴിഞ്ഞു. അപ്പോൾ ഒരു 13-14 കൊല്ലമൊക്കെ ഒന്ന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇരിക്കും. പക്ഷേ ഒരു 8 കൊല്ലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളിതിനെ പിന്നെ പെറ്റായിട്ട് വീട്ടിലിടുക തന്നെയുള്ളൂ. പിന്നെ അതിനെ നമ്മൾ മേറ്റ് ചെയ്യിപ്പിക്കാനോ അല്ലെങ്കിൽ ഫീമെയിലാണെങ്കിൽ പ്രസവിപ്പിക്കാനോ ഒന്നും നിൽക്കില്ല. കണ്ണ് കാഴ്ച അങ്ങനെ കുറഞ്ഞു വരും. അതാണ് വരുന്നത്. അതെ, തിമിരന്മാരി അങ്ങനെ വന്ന് കണ്ണങ്ങനെ മൂടിപ്പോവും. പിന്നെ അത് കഴിഞ്ഞു എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർക്ക് ഈ വെയിറ്റ് കൂടുതലായ കാരണം കെന്നൽ പാച്ച് എന്ന് പറഞ്ഞിട്ടുള്ള ഇതുണ്ട്. ഇത് കണ്ടില്ലേ, ഈ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഈ കെന്നൽ പാച്ച് എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ പഴുത്ത് പൊട്ടുമൊക്കെ ചെയ്യും പ്രായങ്ങളാവുമ്പോൾ. പിന്നെ ഇപ്പോൾ പറയണു പട്ടികൾക്കും ഷുഗറുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഉള്ള ബ്രീഡിനാവുമ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ട് കൂടിയിട്ടാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊട്ടിയത് മാറാനും ഒക്കെ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. ഒരു 60-65 കിലോ ഒക്കെ തന്നെയാണ് ഇതിൻ്റെ വെയിറ്റ് വരുന്നത്. ഇപ്പോൾ ഇവന് ഓവർ വെയിറ്റാണ്. ഇവന് ഓവർ വെയിറ്റായിട്ട് ഞാൻ ഒരു 3-4 ഷോയിനൊക്കെ കൊണ്ടുപോയി. അപ്പോൾ ഈ വരുന്ന ജഡ്ജിമാർ ഇന്ത്യൻ ജഡ്ജ് വളരെ കുറവാണ്, എല്ലാം പുറത്തെ ജഡ്ജിമാരാണ്.
അപ്പോൾ ഇത് പുറത്തെ ബ്രീഡായ കാരണം അവർ നമ്മളെ അപ്പം തന്നെ പുറത്തോട്ട് കളഞ്ഞിട്ടുണ്ട്. എന്താ കാരണം വെച്ചാൽ ഇവൻ ഓവർ സൈസാണ് എന്ന് പറഞ്ഞിട്ട്. നമുക്കിത് വെയിറ്റ് കുറയ്ക്കാൻ നമുക്ക് തോന്നില്ല. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ അവർ കഴിക്കുന്ന ഭക്ഷണം കൊടുക്കും, അവർക്ക് ഇഷ്ടമുള്ള മാതിരി അവരുടെ കൂടെ നടക്കും. അങ്ങനെ ആകുമ്പോൾ അവർ വെയിറ്റൊന്നും കുറയില്ല. എക്സസൈസ് ഇപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ തന്നെ ഒരു മറ്റേ 5-10 സെൻറ്റ് സ്ഥലമേ ഉള്ളൂ. അതിൻ്റെ ഉള്ളിൽ ഇവർ ഹാപ്പിയാണ്. ഈ പറയുന്ന 5-8 ആളും ഹാപ്പിയാണ്. ഈ സാധനം ഇപ്പം നമുക്ക് പിടിച്ച് കുറച്ച് ഒരു മാർക്കറ്റ് പിടിച്ച് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു സിനിമ ഇറങ്ങി, ഒരു മലയാളം സിനിമ ടൊവിനോടെ കള എന്ന് പറഞ്ഞിട്ട്. അതിന് മുൻപാണ് ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഒരു ഫ്രണ്ട് കൊണ്ടുവന്നിട്ട് ഞങ്ങളത് ചെയ്തുകൊണ്ടിരുന്നു. ആ സമയത്തൊന്നും ഇതിന് തീരെ മാർക്കറ്റില്ല. ഇത് എന്തൊരു ബ്രീഡാണെന്നോ ഇതിനെ എങ്ങനെ കൊണ്ടു നടക്കണമെന്നൊന്നും അറിയില്ലായിരുന്നു. ഈ ഒരു കള സിനിമ വന്നതിന് ശേഷം ഈ സാധനം അങ്ങോട്ട് ഇതായി വന്നു. ഇപ്പോൾ ഇത് നല്ല മാർക്കറ്റാണ്. അപ്പോഴും ആൾക്കാർ ഇപ്പോൾ 50 തുടങ്ങിയിട്ട് 2-2.5 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന ആൾക്കാർ നമ്മുടെ ഇവിടെ ഈ അടുത്ത പ്രദേശങ്ങളിലുണ്ട്. പപ്പിക്കൊക്കെ ക്വാളിറ്റിക്ക് അനുസരിച്ചുള്ള റേറ്റാണ്. പുതിയതായിട്ട് ഒരാൾ വളർത്താൻ താല്പര്യമുണ്ട്, വേറൊരു പട്ടിയിലേക്ക് പോവുകയാണ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കൂടുതൽ ഇതിനോടൊക്കെ തന്നെ പറയുള്ളൂ. എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത് ഹെയറി ബ്രീഡല്ല, പിന്നെ അസുഖങ്ങൾ കുറവാണ്. ഇവരുടെ അസുഖങ്ങൾ വരുന്ന സമയം ഞാൻ പറഞ്ഞില്ലേ, ഒരു 8-10 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഇവർക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വരുന്നത്. അതുവരെ നമുക്ക് നന്നായിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയൊരു ഇതാണ്. പിന്നെ വലിയൊരു മറ്റേ കമ്പനിയിലും മറ്റുള്ളവിടെയൊക്കെ ഈ വാച്ച്മാൻ്റെ ജോലിക്കൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് പകരം ഒരു 2 കൂട് വെച്ച് ഇവരെ 2 പേരെ തുറന്നു വിട്ട് കഴിഞ്ഞാൽ തന്നെ മതി. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ പോയി കടിച്ചിട്ടോ ഇല്ലെങ്കിൽ ആക്രമിച്ചിട്ടോ അല്ല, ഇവരെ കണ്ടാൽ തന്നെ മതിയല്ലോ, കുറച്ച വൈബ്രേറ്റ് ചെയ്യും. അത്രയും ബാസ് സൗണ്ടാണ് അതിൻ്റെ. എന്നാൽ പിന്നെ ഈ ഡോബർമാൻ ലാബൊക്കെ ഇങ്ങനെ വെറുതെ നിന്നിട്ട് ഇങ്ങനെ നോൺ സ്റ്റോപ്പായിട്ട് കുരയ്ക്കും. ഇപ്പോൾ ഇപ്പോൾ സാറും വന്ന് കണ്ടില്ലേ, കുരയില്ല. വന്ന ആ ഒരു 2 കുരയിൽ കഴിഞ്ഞു, അത്ര തന്നെ ഉള്ളൂ. ഇവൻ്റെ പേര് വന്നിട്ട് തണ്ടർ എന്നാണ്. ഇവനിപ്പോൾ 3.5 വയസ്സ് കഴിഞ്ഞു. ഇതാണ് നമ്മളുടെ മറ്റേ ഇപ്പം കണ്ടതിൻ്റെ മെയിലിൻ്റെ കൂടെയുള്ള ഫീമെയിൽ. ഇവൾക്ക് 5 വയസ്സായിട്ടുണ്ട്. ഇവരെ കോമ്പിനേഷനിലുള്ള പപ്പിയും അതേമാതിരി അത്രയും സൈസും ഒക്കെ കിട്ടുന്ന പപ്പീസാണ്.